ആർത്തവവിരാമം എപ്പോൾ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആർത്തവവിരാമം ഏകദേശം 50-52 വയസ്സുകളിലൊക്കെയാണ് ആകുന്നത്. എന്നാൽ അതിന്റെ ലക്ഷണങ്ങൾ അതിനു മുമ്പേ ഒരു 5-6 വർഷം മുമ്പേ തന്നെ തുടങ്ങിയേക്കാം. ആർത്തവവിരാമത്തിന്റെ ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്ന ആ സമയത്തെ നമ്മൾ പെരിമെനോപോസ് എന്നാണ് പറയുന്നത്. അത് 40കളിലോ 40കളുടെ അവസാനത്തിലോ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയേക്കാം. അതായത് അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം പതുക്കെ പതുക്കെ കുറഞ്ഞ് നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ആർത്തവചക്രങ്ങളുടെ ആവൃത്തി, അതായത് ഫ്രീക്വൻസി കുറഞ്ഞ് ബ്ലീഡിങ് കുറഞ്ഞു വരാം, ദിവസങ്ങളുടെ ബ്ലീഡിങ് കുറഞ്ഞു വരാം. പിന്നെ അങ്ങനെ പല പല ലക്ഷണങ്ങളും ആർത്തവ ചക്രത്തിൽ കാണാം. കൂടാതെ ശരീരത്തിന് പെട്ടെന്ന് ചൂടെടുക്കുന്ന പോലെ തോന്നുക, മാനസിക സമ്മർദ്ദം, ദേഷ്യം വരിക, ഇറിറ്റേഷൻ വരിക, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനെയുള്ള പല ലക്ഷണങ്ങളും മാനസികമായിട്ടും തോന്നാം. കൂടാതെ കൂടെ വരുന്ന മൂത്രാശയ രോഗങ്ങൾ, ലൈംഗിക സമയത്ത് യോനിയിലെ വരൾച്ച തുടങ്ങിയ ലക്ഷണങ്ങളും പെരിമെനോപോസൽ സ്റ്റേജ് തൊട്ട് തന്നെ കണ്ടു തുടങ്ങാം. ഇതെല്ലാം കുറച്ചുകൂടെ കൂടുകയാണ് മെനോപോസ് ആവുമ്പോൾ ചെയ്യുന്നത്. ചില സ്ത്രീകൾക്ക് മെനോപോസ് പെട്ടെന്നായിരിക്കും. അത് എങ്ങനെയുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭപാത്രവും അണ്ഡാശയങ്ങളും നീക്കം ചെയ്യുക ശസ്ത്രക്രിയയിലൂടെ, ചിലപ്പോൾ റേഡിയേഷൻ, കീമോതെറാപ്പി തുടങ്ങിയ ചികിത്സകൾ, ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അങ്ങനെ ചിലതരം മരുന്നുകൾ കഴിച്ചതിന് ശേഷം ഇങ്ങനെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ആർത്തവം നിലച്ചേക്കാം. 40 വയസ്സിന് മുമ്പേ നിലയ്ക്കുന്ന ആർത്തവത്തിനെ നമ്മൾ പ്രിമച്വർ മെനോപോസ് അഥവാ പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് എല്ലുകളുടെ ആരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിനെയും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ 40 വയസ്സ് വരെയെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വരും. എല്ലാ സ്ത്രീകളുടെയും ആർത്തവവിരാമ സമയത്തുള്ള ലക്ഷണങ്ങൾ ഒരുപോലെയല്ല. ആർത്തവവിരാമം എപ്പോൾ ആകും അഥവാ എന്ന് തൊട്ട് ആർത്തവം വരാതിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർത്തവവിരാമത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും സ്ത്രീകൾക്ക് ഗർഭിണിയാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഗർഭനിരോധന മാർഗങ്ങൾ കൃത്യമായി ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ്. ഇനി ആർത്തവവിരാമം സംഭവിച്ചതിന് ശേഷം നമ്മളിപ്പോ പറഞ്ഞല്ലോ, സ്നോ വൈറ്റ് ആൻഡ് 7 ഡ്വാർഫ്സ് എന്ന് പറയുന്നത് പോലെ ഉള്ള ആ ഗ്രംബി അങ്ങനത്തെ ഒക്കെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടാവും ആ സ്ത്രീകൾക്ക്. അപ്പൊ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം.